ഹായ് ഫ്രണ്ട്സ്, ചോക്ലേറ്റ് പോലെ തന്നെ കുട്ടികൾ കഴിക്കാൻ ഏറെ ഇഷ്ടപ്പെടുന്ന ഒന്നാണ് ന്യൂട്ടല്ല. ബ്രെഡ് സ്പ്രെഡായും ചപ്പാത്തിയുടെയും ദോശയുടെയൊക്കെ കൂടെ സ്പ്രെഡ് ചെയ്ത് കഴിക്കാനൊക്കെ കുട്ടികൾക്കിത് വളരെ ഇഷ്ടമാണ്. നമ്മൾ സാധാരണ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന ന്യൂട്ടല്ല നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. യാതൊരു പ്രിസർവേറ്റീവും ഇല്ലാതെ തന്നെ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം. ഇതിനായിട്ട് വേണ്ടത് എന്തെല്ലാമെന്ന് നോക്കാം. ന്യൂട്ടല്ല ഉണ്ടാക്കാനായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് ആവശ്യമുള്ളത് 1 കപ്പ് നിലക്കടലയാണ്. അത് ഞാൻ തൊലി കളഞ്ഞ് വെച്ചതാണ്. ചെറുതായിട്ടൊന്ന് ചൂടാക്കിയതിന് ശേഷം വേണം ഇതിൻ്റെ തൊലി കളഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ 1/2 കപ്പ് ബദാം എടുത്തിട്ടുണ്ട്, 3 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ, 1/2 കപ്പ് പാൽപ്പൊടി, പിന്നെ 1 കപ്പ് പഞ്ചസാര പൊടിച്ചത്, പിന്നെ സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത്, അത് 1/2 കപ്പ് എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് വാനില എസൻസ്, 1.5 ടേബിൾ സ്പൂൺ വാനില എസൻസ് കൂടി വേണം. ആദ്യം തന്നെ നമുക്ക് ഈ നിലക്കടല ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കാം. ലോ ഫ്ലെയിമിൽ ഇട്ടിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. ഞാൻ ആദ്യം തൊലി കളയാൻ വേണ്ടിയിട്ട് ഇത് ചൂടാക്കി എടുത്തതേ ഉള്ളൂ. ഇത് നമുക്കൊന്ന് നന്നായിട്ട് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കണം. ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ചെയ്യണം, അല്ലെങ്കിൽ ഇത് കരിഞ്ഞു പോകും. ഇത് നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കാം. നിലക്കടല നന്നായിട്ട് റോസ്റ്റായി വന്നിട്ടുണ്ട്. നമുക്കിനി സ്റ്റൗ ഓഫ് ചെയ്യാം. എന്നിട്ട് കുറച്ച് സമയം തണുക്കാൻ വെക്കണം. നിലക്കടല നന്നായിട്ട് തണുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. മിക്സിയുടെ ചെറിയ ജാറിലെ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇത് അരച്ചെടുക്കണം. നിലക്കടല അരച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുപോലെ തന്നെ എടുത്തു വച്ചിരിക്കുന്ന ബദാമും നന്നായിട്ട് അരച്ചെടുക്കണം. മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഈ ബദാമും ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ബദാം നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. നമുക്കിതെല്ലാം മിക്സ് ചെയ്തിട്ടൊന്ന് എടുക്കണം. അതിനായിട്ട് മിക്സിയുടെ ഒരു വലിയ ജാറിലേക്ക് നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ചിരിക്കുന്ന നിലക്കടലയും പിന്നെ ബദാം പൊടിയും ചേർക്കണം. വലിയ ബൗളാകുമ്പോൾ മാത്രമേ ഇതെല്ലാം ഒരുമിച്ച് പൊടിക്കാൻ പറ്റൂ. നമുക്ക് ആദ്യം നിലക്കടല ചേർക്കാം, അതിനുശേഷം ബദാം പൗഡർ ചേർക്കാം. ആദ്യം നമുക്ക് സ്പൂൺ ഉപയോഗിച്ചിട്ടൊന്ന് ഇളക്കാം. എന്നിട്ട് അതിന് ശേഷം ഇത് നന്നായിട്ട് അരച്ചെടുക്കണം. കുറച്ച് സമയം ഇത് അരച്ചെടുക്കണം. എല്ലാം മാത്രമേ നല്ല പേസ്റ്റ് രൂപത്തിലാവുള്ളൂ. ഇതുപോലെ പേസ്റ്റ് രൂപത്തിലാക്കിയെടുക്കണം. ഇതിന് ശേഷം നമുക്ക് മറ്റുള്ള ഇൻഗ്രീഡിയൻസിൽ ഇത് ചേർത്ത് കൊടുക്കാം. ആദ്യം നമുക്ക് ഇതിലേക്ക് പാൽപ്പൊടി ചേർക്കാം. 1/2 കപ്പ് പാൽപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഇതിലേക്ക് കൊക്കോ പൗഡർ ചേർത്ത് കൊടുക്കാം. 3 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പഞ്ചസാര പൊടിച്ചത് ചേർക്കാം. നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന പഞ്ചസാരയിൽ നിന്ന് പകുതി ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഇനി നമുക്ക് വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. 1.5 ടേബിൾ സ്പൂൺ വാനില എസൻസ് ആണ് എടുക്കുന്നത്. പിന്നെ ഇതിലേക്ക് ഓയിൽ ചേർക്കാം. എടുത്തു വച്ചിരിക്കുന്ന ഓയിൽ പകുതി ചേർത്താൽ മതി ഇപ്പോൾ. എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഞാനിത് അരച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ബാക്കിയുള്ള ഓയിൽ കൂടി ഒഴിച്ചിട്ട് ഓയിലും പിന്നെ നമ്മൾ എടുത്തു വെച്ച പഞ്ചസാര നേരത്തെ പകുതിയല്ലേ ചേർത്തിട്ടുള്ളൂ, ബാക്കിയുള്ള പഞ്ചസാര പൊടിച്ചതും കൂടി ഇതിലേക്ക് ചേർക്കാം. എന്നിട്ട് നമുക്കിത് കുറച്ച് സമയം നന്നായിട്ട് അടിച്ചെടുക്കണം. നല്ല സ്മൂത്ത് പേസ്റ്റ് ആവുന്നത് വരെ നമുക്കിത് അടിച്ചെടുത്ത് കൊണ്ടുവരാം. അങ്ങനെ നമ്മുടെ ന്യൂട്ടല്ല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ന്യൂട്ടല്ല കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. പിന്നെ നമുക്കിത് കുട്ടികൾക്ക് പേടിക്കാതെ കൊടുക്കാനും പറ്റുമല്ലോ. നമ്മൾ പുറത്തുനിന്ന് വാങ്ങുന്ന ന്യൂട്ടല്ലയിൽ എന്തെല്ലാം പ്രിസർവേറ്റീവ് ചേർത്തിട്ടുള്ളതെന്നൊന്നും നമുക്കറിയില്ലല്ലോ. ഇത് നമുക്ക് മിക്സിയുടെ ജാറിൽ നിന്ന് നമുക്ക് ഒരു ബൗളിലേക്ക് മാറ്റാം. എന്നിട്ട് ഇത് റൂം ടെമ്പറേച്ചറിലായതിനു ശേഷം വേണം വേറൊരു എയർ ടൈറ്റ് കണ്ടെയ്നറിലേക്കൊക്കെ മാറ്റാൻ വേണ്ടിയിട്ട്. ഇത് 2 ആഴ്ച വരെയൊക്കെ നമുക്ക് ഇതുപോലെ എയർ ടൈറ്റ് കണ്ടെയ്നറിലൊക്കെ ഇട്ട് സൂക്ഷിച്ച് വെച്ചാൽ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്.
നിങ്ങൾ ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ, നല്ല ടേസ്റ്റാണ്. പുതിയൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം. താങ്ക്